ചെമ്പനീർപ്പൂവിൻ്റെ ഈ ആഴ്ചത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ജോലിക്ക് പോവാതെ മടിച്ച് നമ്മുടെ ചന്ദ്രമതിയുടെ കീഴിൽ ഓരോ അടവും പറഞ്ഞിട്ട് ശ്രുതിയോട് കള്ളത്തരം പറഞ്ഞിട്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശ്രുതി എല്ലാ സത്യങ്ങളും അറിയുന്നതും ആ ഒരു ദേഷ്യം ശ്രുതിയുടെ മനസ്സിൽ ഉണ്ടാകുന്നതും. അങ്ങനെ ഒടുവിൽ ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രുതി തീരുമാനിക്കുകയാണ്. എപ്പോഴും ഓവർ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാണ് പല ജോലികൾക്കും തന്നെ എടുക്കാത്തത്. അതുകൊണ്ട് ഇത്തവണ വിദ്യാഭ്യാസം കുറച്ച് പറഞ്ഞാലും വേണ്ടില്ല, എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണമെന്ന് ശ്രുതി തീരുമാനിക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഷോപ്പിൻ്റെ മുൻവശത്ത് ജോലിക്കാരെ വേണമെന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെച്ചിരിക്കുന്നതായിട്ട് ശ്രുതി കണ്ടത്. അതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആദ്യം തെല്ല് മടിച്ചെങ്കിലും ജോലി നിർബന്ധം എന്ന് ആലോചിച്ചതോടെ മടിയില്ലാതെ ശ്രുതി അങ്ങോട്ട് ജോലി അന്വേഷിച്ച് കയറുകയായിരുന്നു. സപ്ലയറായും ഓർഡർ എടുക്കുന്ന ആളായും ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് റെസ്റ്റോറൻ്റ് ഉടമ ശ്രുതിയോട് പറഞ്ഞു. സപ്ലയർ ജോലി കുറച്ച് ഭാരപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയതോടെ താൻ ഓർഡർ എടുക്കുന്ന ജോലി ചെയ്തോളാമെന്ന് ശ്രുതി അവരോട് പറഞ്ഞു. താൻ 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നും കള്ളത്തരം പറഞ്ഞ് ശ്രുതി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. അങ്ങനെ അന്ന് വൈകിട്ട് ജോലി ചെയ്ത് കിട്ടിയ ദിവസക്കൂലി വാങ്ങി ഹോട്ടലിൽ നിന്ന് ഹലുവയും വാങ്ങി പാർസലാക്കി ശ്രുതി വീട്ടിലെത്തി. എല്ലാവരെയും വിളിച്ചു കൂട്ടി തനിക്ക് ജോലി കിട്ടിയ കാര്യം ശ്രുതി പറഞ്ഞു. എന്നാൽ തനിക്ക് ഒരു വലിയ കമ്പനിയിലാണ് ജോലി കിട്ടിയതെന്നാണ് ശ്രുതി തള്ളിമറിച്ചത്. പക്ഷെ ദിവസക്കൂലി തരുന്ന ഏത് കമ്പനിയാണ് അത്ര വലിയ കമ്പനി എന്ന് സച്ചി അവനോട് ചോദിച്ചു. കുറച്ച് ഉരുണ്ട് കളിച്ചെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് ശ്രുതി ഒപ്പിച്ചു കേട്ടോ. ശേഷം താൻ വാങ്ങിക്കൊണ്ടുവന്ന ഹൽവ ആദ്യം ശ്രുതിക്ക് നൽകി. ശേഷം അമ്മയ്ക്കും അച്ഛനും സച്ചിക്കുമൊക്കെ നൽകുകയായിരുന്നു. ഹൽവ രുചിച്ചു നോക്കിയ സച്ചി ഇത് സിറ്റിയിലെ ഒരു പ്രത്യേക കടയിലെ ഹൽവ അല്ലേ എന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ്. കള്ളം പറഞ്ഞാൽ അവൻ പൊക്കുമെന്ന് മനസ്സിലാക്കിയ ശ്രുതി ഹൽവ വാങ്ങിയത് സച്ചി പറഞ്ഞ കടയിൽ നിന്ന് തന്നെയാണെന്ന് സമ്മതിക്കുകയാണ്. എന്തായാലും സച്ചിക്കും രേവതിക്കും മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ശ്രുതിയുള്ളത്. എല്ലാ കള്ളത്തരവും ശ്രുതി പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ വിശ്വസിച്ച് നിൽക്കുകയാണ് ശ്രുതി. ഏത് കമ്പനിയിലാണ് തനിക്ക് ജോലി കിട്ടിയത് എന്നും എന്ത് ജോലിയാണ് ശ്രുതി എന്നുള്ളതും ശ്രുതി ശ്രുതിയോട് പറയാൻ തയ്യാറായില്ല. ഒരു ചെറിയ ജോലിയാണെന്നും പക്ഷേ താൻ സ്ഥിരമായി ജോലിക്ക് പൊക്കോളാമെന്നും മടി പിടിച്ചിരിക്കില്ലെന്നും ശ്രുതിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ആകാംക്ഷാഭരിതമായ അടുത്ത എപ്പിസോഡിനായി ഇനി നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും സച്ചി വെറുതെ വിടുന്നില്ല കേട്ടോ. അവന് പറയുന്ന കാര്യത്തിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്നുള്ളത് സച്ചിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇക്കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. നിനക്ക് ദിവസക്കൂലി തരുന്ന ഏത് വലിയ കമ്പനിയാണ് ഈ സിറ്റിയിലുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രത്യേക തരം കമ്പനിയാണ്. പിന്നെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവർക്ക് അവർ ശമ്പളം കൈകളിലേക്ക് അന്നന്ന് തന്നെ കൊടുക്കും. അതാണ് അവരുടെ രീതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദിവസക്കൂലിയാണെന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ കൂലിപ്പണിയായിരിക്കും. അവരാണല്ലോ ദിവസക്കൂലി അന്നന്ന് കയ്യിൽ കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയെ കളിയാക്കിക്കൊണ്ടാണ് സച്ചി ഇക്കാര്യമൊക്കെ പറയുന്നത്.